നമസ്കാരം. അങ്ങനെ ഒരു കുടുംബത്തെയും കൂടി നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മളിലേക്ക് വരുന്ന അത്രയും അർഹരായ മക്കളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് നമ്മൾ ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ സാധിക്കാത്ത പലതും നമ്മൾ ഒത്തൊരുമയോട് കൂടി ഏറ്റെടുക്കുമ്പോൾ എത്രയും വേഗം ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അന്ന് തന്നെ അവരുടെ വീടിൻ്റെ അവസ്ഥ കണ്ട് അന്ന് തന്നെ അവർക്ക് വേണ്ട പലചരക്കും സ്നാക്സും ക്ലീനിങ് സാധനങ്ങളും എല്ലാം നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കി സപ്പോർട്ട് കിട്ടിയതനുസരിച്ചിട്ട് ഇന്നലെ നമ്മുടെ ടർപ്പോളിനാണെങ്കിലും ബെഡാണെങ്കിലും അതുപോലെ ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പുതപ്പ്, അതേപോലെ അവനും അച്ഛനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എത്തിച്ച് നൽകിയിട്ടുണ്ട്. ചില നിമിഷങ്ങൾ പലരെയും നമ്മൾ കാണുമ്പോൾ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തുറന്ന് സംസാരിക്കാൻ ആളുകളില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ മാനസികാവസ്ഥയെ കുറച്ചും കൂടി ആർജവത്തോടു കൂടി ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കാൻ ആരോടെങ്കിലൊക്കെ സംസാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ, ആ മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകാനും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും കഴിയുന്ന പോലെ തരണം ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കട്ടെ. എന്നാലും മാസത്തിലുള്ള ഭക്ഷ്യക്കിറ്റും അവർക്കുള്ള ബേസിക് ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ നമ്മളിലൂടെ പുഞ്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.